കനത്ത മഴയിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് കുടുങ്ങിയ മോണോറെയിൽ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. മുംബൈയിലെ മൈസൂർ കോളനി സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. വൈകിട്ട് 6:15 സംഭവം. സിസർ ലിഫ്റ്റുകൾ ഉപയോഗിച്ചാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. അഗ്നിശമന സേനയും മുംബൈ പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി മുടങ്ങി. ഇതിനെ തുടർന്നാണ് യാത്രക്കാർ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായത്. യാത്രക്കാരെ എല്ലാവരെയും ഇപ്പോൾ സുരക്ഷിതമായി ട്രെയിനിൽ നിന്നും പുറത്തെത്തിച്ചു കഴിഞ്ഞു അല്ലേ? സുരേഷ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുംബൈ നഗരത്തിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. സമാനമായി ഇന്നും അതിശക്തമായ മഴ തന്നെയായിരുന്നു മുംബൈ നഗരത്തിൽ ലഭിച്ചിരുന്നത്. മുംബൈയിൽ ഇന്ന് പല ഇടങ്ങളിലും ഓറഞ്ച് അലർട്ടും ചിലയിടങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അതിശക്തമായ മഴയായിരുന്നു മുംബൈ നഗരത്തിൽ പെയ്തുകൊണ്ടിരുന്നത്. ഇതിനെ തുടർന്ന് പല മേഖലകളിലും വൈദ്യുതി തടസ്സമുണ്ടായി. അങ്ങനെയാണ് മോണോ റെയിലിൻ്റെ വൈദ്യുതിയും തടസ്സപ്പെട്ടത് എന്നുള്ളതാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. അങ്ങനെ ഈ മോണോ റെയിലിൻ്റെ വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ചെമ്പൂരിനും മൈസൂർ കോളനിക്കും ഇടയിൽ ഇന്നിപ്പോൾ ഈ മോണോ റെയിൽ പ്ലാറ്റ്ഫോമിലെത്താതെ പാതി വഴിക്ക് നിന്നുപോയ സാഹചര്യമുണ്ടായത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ യാത്രക്കാർ പരിഭ്രാന്തരായിരുന്നു. പിന്നീട് ട്രെയിനിൽ നിന്ന് തന്നെ മോണോ റെയിലിൽ നിന്ന് തന്നെ അറിയിപ്പുണ്ടായി. കൃത്യമായി യാത്രക്കാരെ സുരക്ഷിതമായി തന്നെ പുറത്തെത്തിക്കുവാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന്. ഏതാണ്ട് വൈകിട്ട് 8:30 ഈ സംഭവം ഉണ്ടായത്. ശേഷം മുംബൈ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ആദ്യഘട്ടത്തിൽ മുംബൈ പോലീസ് ഇവരെ എങ്ങനെ നിലത്തിറക്കാം എന്നുള്ള ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അത്തരമൊരു പരീക്ഷണങ്ങൾ പല രീതിയിൽ നടത്തി. പിന്നീടാണ് ഫയർ എഞ്ചിൻ എത്തിച്ച് അതിലെ വലിയ ലാഡറുകൾ ഉപയോഗിച്ച് ഈ മോണോ റെയിലിൻ്റെ ഈ ബ്രിഡ്ജുമായി കണക്ട് ചെയ്ത് അവിടെ നിന്നും ഈ മോണോ റെയിൽ സാധാരണഗതിയിൽ വൈദ്യുതി വിക്ഷേപിച്ചാൽ ഈ മോണോ റെയിലിൻ്റെ ഡോറുകൾ തുറക്കാൻ കഴിയില്ല. എന്നാൽ മാനുവലി തന്നെ ഫയർഫോഴ്സ് എത്തി ഈ മോണോ റെയിലിൻ്റെ ഡോറുകൾ തുറന്ന് ഈ ലാഡറിലൂടെ മുഴുവൻ യാത്രക്കാരെയും സുരക്ഷിതമായി തന്നെ താഴേക്ക് ഇറക്കുകയായിരുന്നു. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമൊന്നുമില്ല. നിലവിൽ ഇത്തരം ഈ ഒരു വൈദ്യുതി തടസ്സം മൂലമാണ് മോണോ റെയിലിന് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. മറിച്ച് മറ്റ് സാങ്കേതിക തകരാറൊന്നും ഇല്ല എന്നുള്ളതാണ് മഹാരാഷ്ട്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സുരേഷ്, എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.